ഒരു ക്ലോത്ത് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതിപ്പോൾ എൻ്റെ അനിയത്തി വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ തന്നതാട്ടോ. നല്ല ഏതെങ്കിലും ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു യെല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റിലിങ്ങനെ ഈ ഗ്രീൻ കാണുന്നില്ല അതിൻ്റെ യെല്ലോ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം വ്യൂസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഇപ്രാവശ്യത്തെ അനിയത്തി എൻ്റെ കയ്യിൽ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ കടയിൽ പോയിട്ട് കുറച്ച് ക്ലോത്തൊക്കെ വാങ്ങി എൻ്റെ കയ്യിൽ തരും. എപ്പോഴെങ്കിലൊക്കെ ഞാൻ തയ്ച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. നല്ല അടിപൊളി സോഫ്റ്റ് കോട്ടൺ ആണ്. പിന്നെ ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിൻ്റാണ് അല്ലേ. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ്. ഞാൻ നമ്മുടെ ഇൻസ്റ്റയിലാട്ടെ എല്ലായിടത്തുമൊക്കെ കാണുന്നത് നല്ല ടോപ്പുകളൊക്കെ പല രീതിയിലുള്ള ക്രോപ്പ് ടോപ്പ് ആയാലും വലിയ ലോങ് ടോപ്പൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഈ രണ്ട് സൈഡിലില്ല ഇതുപോലെ ഒരു കര വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഈ കര കട്ട് ചെയ്തെടുക്കാമെന്ന്. ഈ മുകളിലൂടെ ഇത്രയും ഭാഗം വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ആദ്യം ഒരു സൈഡ് മൊത്തം കരയുണ്ട്. അപ്പോൾ 3 മീറ്റർ ക്ലോത്താണ് കേട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ കരയൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമുള്ള കരയാണ്. അതിനി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം എന്നൊക്കെയുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഡ്രസ്സിൻ്റെ ഒരു മോഡൽ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈ ഒരു കര അവിടെ വെച്ച് കൊടുക്കാൻ അത്ര ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നമ്മൾ ഡ്രസ്സിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഈ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോത്തൊക്കെ കട്ട് ചെയ്യുമ്പോൾ 4 ആക്കി മടക്കി ഇടൂലേ, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ വിചാരിച്ചിട്ടാണ് ഈ ഒരു പേപ്പറിൽ ഞാൻ അളവുകളൊക്കെ കൊടുക്കുന്നത്. 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷോൾഡർ കൊടുത്ത് നേരെ താഴെ 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി, ആ 1 ഇഞ്ചിൽ നിന്ന് താഴേക്ക് 7 ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ താഴെ വേസ്റ്റ് ലെങ്ത്ത് 16 ഇഞ്ചും ഹിപ്പ് ലെങ്ത്ത് 22 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതായത് നമ്മൾ ആം ഹോളിൻ്റെ ആ ഭാഗത്ത് ചെസ്റ്റിൻ്റെ അളവ്, അതായത് ചെസ്റ്റ് റൗണ്ട് 44 ഇഞ്ചാണുള്ളത്. അതിന് 4 ഭാഗമാക്കുമ്പോൾ 11 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് അളവ് കൊടുത്തിട്ട് ഇതുപോലെ അവിടെ ഷോൾഡറിൻ്റെ അവിടെ അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് ഒരു എൽ ഷേപ്പിൽ വരച്ചിട്ട് കൈക്കുഴിയും കൂടി ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേസ്റ്റ് ലെങ്ത്ത് 16 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് എത്രയാണ് 40 ആയിരുന്നു കേട്ടോ. 40 നമ്മൾ 4 ഭാഗമാക്കുമ്പോൾ 10 ഇഞ്ചും പ്ലസ് 2 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ അളവ്, അതേപോലെ ഹിപ്പ് റൗണ്ടിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ 4 ഭാഗമാക്കിയ അളവ് അതിലേക്ക് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തതാണ്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്ത് അതേ ഷേപ്പിൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗമായാലും ബാക്ക് ഭാഗമായാലും ഈ ഒരളവിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കൈക്കുഴി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൈക്കുഴി 22 ഇഞ്ചാണ് കൈക്കുഴി. അപ്പോൾ അതിൻ്റെ പകുതി 11 പ്ലസ് 2 13 ഇഞ്ച് കൈക്കുഴിയുണ്ട്. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ അത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസാണ്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിസൈൻ, കാരണം ഫ്രണ്ടിലാണല്ലോ അല്ലേ ഡിസൈൻ വരിക. അപ്പോൾ ഡിസൈൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ആക്കി മടക്കിയിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കിതിൽ പാറ്റേൺ വരച്ചു കൊടുക്കാം. പക്ഷേ നമ്മൾ പേപ്പറിൻ്റെ ലെങ്ത്ത് അല്ല നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത്. ടോപ്പ് നമ്മൾ 36 ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കുന്നത്. 36 എന്ന് പറയുമ്പോൾ പ്ലസ് 2 കൊടുക്കണം കേട്ടോ തയ്യൽ തുമ്പായിട്ട്. അങ്ങനെ 38 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത്. ഞാൻ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി അവിടെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ ഇങ്ങനെയാണ് നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. താഴേക്ക് നമുക്ക് കാരണം പേപ്പറിന് വലിപ്പം അത്ര കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കുള്ള ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്ലോത്തിൽ നമ്മൾ വരച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ആ പേപ്പറിൽ കട്ട് ചെയ്ത അതേ അളവിൽ ഇങ്ങനെ ഇതുവരെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ താഴേക്ക് ജസ്റ്റ് നമ്മൾ ഒന്ന് ചെരിച്ച് നമ്മൾ ഒരു ടൈപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിപ്പിൻ്റെ വരെ കൊടുത്ത് ആ പേപ്പറിൻ്റെ ലെങ്ത്ത് വരെ നമ്മൾ കൊടുത്ത് അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഓപ്പണൊന്നല്ല, വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് ഇവിടെ താഴെ നമ്മൾ 2 ഇഞ്ച് മുകളിലായിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ചെരിവും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ടോപ്പ് ഇങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബാക്ക് പീസാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ചെയ്യാനുണ്ട്. ബാക്ക് പീസ് ഇത്രേ ഉള്ളൂ. സാധാ ടോപ്പ് ഏലൻ ടോപ്പൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ്. ലെങ്ത്ത് പിന്നെ നമുക്ക് ഓരോ ഇഷ്ടം. ഇത് 3 മീറ്റർ ക്ലോത്ത് കൊണ്ട് ഈ ഒരു ലെങ്ത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് വേസ്റ്റ് ഒന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റി കേട്ടോ.
നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറുതൊരു ആയിട്ട് ഈ ഒരു പേപ്പറിൽ കുറച്ച് പണിയുണ്ട്. ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ നെക്ക് പിടുത്തില്ലേ, നെക്ക് പിടുത്ത് നമ്മൾ ഇതിൽ 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആ 3.5 ഇഞ്ചും പ്ലസ് 1 ഇഞ്ചും കണ്ടോ, ഇതാണിത്. ആദ്യം 3.5 ഇഞ്ചിൻ്റെ അളവാണ് കൊടുത്തിട്ടുള്ളത്, പ്ലസ് 1 ഇഞ്ച്, അങ്ങനെ 4.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ഇല്ലേ, 16 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും ഭാഗം വരെ ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ വരെ ഇതാ ഇങ്ങനെ 4.5 ഇഞ്ച്, അതായത് 3.5 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടുത്തെ നെക്ക് വിടുത്തും പിന്നെ 1 ഇഞ്ച് എക്സ്ട്രാ, അങ്ങനെ 4.5 ഇഞ്ച് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുന്നുണ്ട്. എവിടെ വരെ? നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് വരെ. അപ്പോൾ ഒരു വേസ്റ്റ് ലെങ്ത്ത് ഓരോരുത്തരുടേതും ഒരേപോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 16 ഇഞ്ചാണ്, ആ ഒരു ലെങ്ത്ത് വരെ അങ്ങനെ വരച്ചിട്ടുണ്ട്. താഴേക്കും നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെയും 4.5 ഇഞ്ച് വീതിയിൽ അവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് യോജിപ്പിച്ച് വരച്ചൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ്. പക്ഷേ 16 ഇഞ്ചിൻ്റെ ജസ്റ്റ് നമ്മൾ മനസ്സിലാവുന്ന രീതിയിലൊന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇത്രയും ഭാഗം ഈ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി അത്രയും ഭാഗം ഇതുപോലൊന്ന് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ വിടുത്ത് 3.5 ഇഞ്ചും 1 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. ഷോൾഡർ വിടുത്ത് ഓരോരുത്തർ ഒരേപോലെ 3 ആണെങ്കിൽ 3ഉം 1 ഇഞ്ച്, അങ്ങനെ 4 ഇഞ്ച് മതിയാവും ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാ നമ്മൾ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് താഴെ ഉള്ള പീസ് നമുക്ക് ആവശ്യമില്ല, ഈ ഒരു 16 ഇഞ്ച് ലെങ്ത്തിലുള്ള വേസ്റ്റിൻ്റെ ആ ഒരു പീസാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ പേപ്പർ ഇതാ ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഈ ക്ലോത്തിലൊന്ന് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആ ചെറിയ പീസില്ലേ അതൊന്ന് ആ പേപ്പറിൽ കട്ട് ചെയ്ത ചെറിയ പീസാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അതിങ്ങനെ തുണി ഞാൻ 2ആക്കി മടക്കിയിട്ടിട്ടാണ് ഇതാ ഈ ഒരു പേപ്പർ കട്ട് ചെയ്യുന്നത്. കാരണം ഫ്രണ്ട് ഭാഗം മാത്രം ആയതുകൊണ്ട് നമുക്ക് 2ആക്കി മടക്കി കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആ പ്രിൻ്റ് കണ്ടോ, ആ പ്രിൻ്റ് വരുന്ന രീതിയിൽ ഈ ഒരു പേപ്പർ വെച്ചത്, അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് പേപ്പർ വെക്കാമല്ലോ. അപ്പോൾ ഞാൻ വെക്കാതെ ആ പ്രിൻ്റ് സെൻറ്ററിൽ കിട്ടുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വരച്ചിട്ട് ആ പേപ്പറിൻ്റെ കറക്റ്റ് അളവിൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. എക്സ്ട്രാ ഒന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കണില്ല, കറക്റ്റ് അളവിൽ ഞാനിതാ ഇതുപോലെ വരച്ചെടുത്ത് ഈ പേപ്പർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഭാഗത്തും ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച് വേണ്ടെന്നാണ് എൻ്റെ ഇത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പ് 1/2 ഇഞ്ച്, നമ്മളിപ്പോൾ കൂടുതൽ തുമ്പ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് എടുക്കാം. ഞാനൊരു ഏകദേശം 1/4 ഇഞ്ച് കണ്ടോ ഈ ഒരു അളവിൽ ഇങ്ങനെ ചുറ്റുഭാഗം ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ. അതിങ്ങനെ വരച്ചിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതാ നമുക്ക് ഇതുപോലെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്, 2ആക്കി മടക്കിയിട്ടിട്ടാണ് കിട്ടിയത്. ഇനി ഇതിൽ നമ്മളിതാ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു ഫോൾഡായി കിടക്കുന്ന ഭാഗത്തേക്കൊന്ന് ജസ്റ്റ് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഭാഗം കൂടി ഞാനൊന്ന് കട്ട് ചെയ്യണുണ്ട്, കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പീസ് വരുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ആ പീസ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്ക് ക്ലോത്ത് വേണം, അപ്പോൾ അതും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. താഴേക്ക് നമ്മൾ കുറച്ച് ഞൊറിവൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് വീതിയിലുള്ള ക്ലോത്ത് വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള ക്ലോത്താണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യണത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഞൊറിവിടാനുള്ളതുകൊണ്ട് എത്ര ഞൊറി വേണം അതിനനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ. പിന്നെ പ്രിൻ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ പ്രിൻ്റുകളൊക്കെ ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്യുക ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ താഴേക്കുള്ള പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ 16 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് വരുന്നത് നമ്മുടെ ടോപ്പ് 38 ഇഞ്ചാണ് മൊത്തത്തിൽ തയ്യൽ തുമ്പ് അടക്കി വേണ്ടത്. അതിൽ 16 ഇഞ്ച് കുറച്ചാൽ എത്രയാണോ അതാണ് ഞാനിവിടെ ആദ്യം അടയാളപ്പെടുത്തിയത്. പ്ലസ് എക്സ്ട്രാ 4 ഇഞ്ച് മുകളിലേക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 ഇഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ചെറിയ പീസ് ക്ലോത്തിൽ നമ്മൾ 4 ഇഞ്ച് ഒരു ചെറുതായിട്ട് ഒരു ചെരിവ് കൊടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു അളവാണ് ഈ 4 ഇഞ്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് 38 ഇഞ്ചാണ് ഇത് തയ്യൽ തുമ്പ് അടക്കി. അതിൽ നിന്ന് 16 ഇഞ്ചാണ് നമ്മൾ ആ ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 38 മൈനസ് 16 നോക്കിയിട്ട് ആ ഒരു അളവും അതിലേക്ക് പ്ലസ് 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് ഇനി നമുക്ക് താഴേക്കുള്ള ഞൊറിവിട്ട് കൊടുക്കാനുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അത് ആ ഒരു അളവിൽ ഞാനിത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ലെങ്ത്ത്.
മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ താഴേക്കുള്ള ഭാഗം നമ്മളിപ്പോൾ ഞൊറി വിട്ടുള്ള ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ മുകളിൽ യോക്കിനൊരു പീസ് എടുത്തിട്ട് താഴേക്ക് അതിൻ്റെ അളവ് കുറച്ചിട്ടല്ലേ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ മുകളിലേക്കുള്ള പീസ് 16 ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴേക്ക് 38 ഇഞ്ചിൽ നിന്ന് നമ്മൾ ആ 16 ഇഞ്ച് കുറച്ചിട്ട് അത്രയും കട്ട് ചെയ്യും. പ്ലസ് നമ്മൾ അത് 4 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മുകളിലുള്ള പീസ്, ആദ്യം ആ 4 ഇഞ്ചും കൂടി ഈ ഒരു താഴേക്കുള്ള പീസിൽ നമ്മൾ എടുക്കണം. ഇത്രയാണുള്ളത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗത്തെ ഒരു ഭാഗം കേട്ടോ. ഇനി നമുക്ക് ഇനിയും നമ്മുടെ പേപ്പറിൻ്റെ മറ്റേ ഭാഗം കട്ട് ചെയ്യാനുണ്ട്. ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്യുന്ന രീതി ഇതാ ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് വെച്ചാണ് എടുക്കുന്നത്. കാരണം രണ്ടും നമുക്ക് കൂട്ടി തയ്ക്കാനുള്ള ഭാഗമായതുകൊണ്ട് നമുക്ക് ഓപ്പണുള്ള ഭാഗത്തുനിന്ന് എടുക്കാമായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമ്മൾ 38 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, പേപ്പർ വെച്ച് കൊടുക്കുന്നത്. പ്രിൻ്റ് ഞാൻ ശ്രദ്ധിക്കണം, പ്രിൻ്റ് ഒരേപോലെ വരുന്ന രീതിയിൽ ഞാൻ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ഇതേപോലെ ഒരുപാട് പിഴവുകൾ വരാറുണ്ട്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ അങ്ങനത്തെ പിഴവുകൾ വരാതിരിക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അതിങ്ങനെ എടുത്തെടുത്ത് പറയണത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പേപ്പർ കറക്റ്റ് അളവിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ വെച്ച ഭാഗത്ത് നമ്മൾ ആ സൈഡിൽ ഓപ്പൺ ആണ് കേട്ടോ. ഇപ്പോൾ ഇപ്പുറം ഭാഗം ഫോൾഡായി കിടക്കുകയാണ് ക്ലോത്ത്. അപ്പോൾ അതാ ഈ രീതിയിൽ വെച്ചിട്ട് കറക്റ്റ് അളവിൽ ഇതാ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. താഴേക്ക് പിന്നെ ഇതുപോലെ അളവിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ലൈൻ കുർത്തി ആകുമ്പോൾ കുറച്ച് വീതിയിൽ വേണമല്ലോ, അങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് മുകളിലേക്ക് എടുത്ത് ഇവിടെ ഒരു ചെരിവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത പോലെ തന്നെ കേട്ടോ. പിന്നെ നമുക്കിതാ തയ്യൽ തുമ്പ് 2 സൈഡിലേക്ക് കൂട്ടി തയ്ക്കാനുള്ളതുണ്ട്. നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഈ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാവും നമ്മൾ എന്തിനാണ് ഈ ഒരു 1/2 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നതെന്ന്. നമുക്ക് 2 സൈഡിലും കൂട്ടി തയ്ക്കാനുള്ള ഒരു തുണിയാണിത്. അപ്പോൾ അത് വേണ്ടി വരും. അപ്പോൾ അതൊരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ടെടുത്തിട്ട് ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇതുപോലെ വരും ക്ലോത്ത്. 2 സൈഡിൽ സെൻറ്റർ ഭാഗത്തുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ചെറിയ പീസും പിന്നെ താഴേക്ക് നമ്മൾ ഞൊറി വിട്ട് കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ക്ലോത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 3 മീറ്റർ ക്ലോത്ത് ആയതുകൊണ്ടും പ്രിൻറ്റ് നമ്മൾ ഒരേപോലെ വരാൻ നോക്കുന്നതുകൊണ്ടൊക്കെ കുറച്ച് ക്ലോത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രിൻറ്റ് ഇല്ല ശ്രദ്ധിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് ധൈര്യമായിട്ട് കിട്ടും. പക്ഷേ പ്രിൻറ്റ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്ലീവും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രിൻ്റ് അതേപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ 13.5 ഇഞ്ച് ലെങ്ത്തിൽ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ താഴേക്ക് നമ്മുടെ കൈക്കൂടെ അളവ് വരച്ചിട്ട് അവിടെ നിന്നൊരു 3.5 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് അടയാളപ്പെടുത്തി മുകളിൽ നിന്ന് ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ചെരിച്ച്. എന്നിട്ട് ഈ ഒരു അളവ് ഇങ്ങനെ ഇവിടുന്ന് താഴേക്ക് ഈ ഒരു അളവിൻ്റെ പകുതി എത്രയാണോ അതിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് ഈ ഉള്ളിലൂടെ വരച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ഇപ്പുറ സൈഡ് കൂടെ ആയിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ സ്ലീവ് കൈക്കുഴി വരച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് ടോട്ടൽ 17 ഇഞ്ച് ഉണ്ട്. ഇപ്പം ഞാനിവിടെ അടയാളപ്പെടുത്തി ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 13.5 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ താഴേക്ക് നമ്മൾ ഇതൊരു മുട്ട് വരെയുള്ള ഒരു ലെങ്ത്താണ് നമ്മൾ കൊടുത്തത്. മുട്ടിൻ്റെ താഴേക്ക് ഒരു ചെറിയൊരു ഞൊറിവുള്ളതുകൊണ്ട് ആ ഞൊറിവിടാനുള്ള ക്ലോത്ത് വേറെ എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് ഭാഗം 14ആണ്. അപ്പോൾ 7 ഇഞ്ച് അതിൻ്റെ പകുതി 7 പ്ലസ് 2 ഇഞ്ചും കൊടുത്തിട്ട് നമ്മൾ സ്ലീവ് റൗണ്ട് കൊടുത്തു. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ കൈയിൻ്റെ ആ വണ്ണുള്ള ഭാഗത്തിൻ്റെ അളവ് 16ആണ്. അപ്പോൾ 16ൻ്റെ പകുതി എന്ന് പറയുന്നത് 8 പ്ലസ് 2ഉം അവിടെ കൊടുത്തിട്ട് ഇതുപോലെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റേ സ്ലീവ് നമ്മൾ രണ്ടാമത്തെ സ്ലീവ് ആ ഒരു സ്ലീവ് അവിടെ ക്ലോത്തിൽ വെച്ചിട്ട് നമുക്ക് അതേപോലെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ ലെങ്തി ആവേണ്ടല്ലോ വീഡിയോ എന്ന് കരുതിയിട്ട് അത് കാണിക്കാത്തത്. ഒരു സ്ലീവും കൂടി നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ 2 സ്ലീവും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു ക്ലോത്താണിത്. അപ്പോൾ ആ ക്ലോത്തിൽ നമ്മൾ എക്സ്ട്രാ വെച്ച 4 ഇഞ്ച് ഉണ്ടല്ലോ, ആ 4 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയത് ഓർമ്മ ഉണ്ടാവും കരുതുന്നു. ആ ഒരു ഭാഗത്തേക്ക് ഈ സൈഡിൽ നിന്ന് ഓപ്പണായി കിടക്കുന്ന സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു 4 ഇഞ്ച് ഭാഗത്തേക്ക് ഇതുപോലെ ചരിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആലിയ കട്ടിലൊക്കെ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ച് വെട്ടുന്നത് പോലെ ഈ ഒരു ടോപ്പിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചരിച്ച് കട്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ആ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇനി നമുക്കിതാ ഇതിൽ ഈ ഒരു ക്ലോത്ത്, താഴേക്കുള്ള ക്ലോത്ത് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന നോക്കാം. അപ്പോൾ സെൻറ്റർ ഭാഗം, അതായത് ഈ താഴേക്കുള്ള സ്കേർട്ടിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഉണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഞൊറിവാക്കി കൊടുക്കണം. നമ്മൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഞൊറി വരുന്ന രീതിയിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതല്ല കുറച്ച് ഞൊറി മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ അത് തയ്ക്കുക എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കുന്ന ഇതുപോലെ വെച്ചിട്ട് ആ ഒരു സെൻറ്റർ ഭാഗം ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഇവിടുന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരാൻ. എന്തായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് കൂടി കാണിക്കാം ഞാൻ. കാരണം വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് വരാറുണ്ട് ആ ഭാഗം തയ്ക്കുന്നതും കൂടി കാണിക്കാവുന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗമായിരിക്കും കൂടുതൽ കുറച്ചൊരു ടഫായിരിക്കും ഈ ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ കരുതി അത് എന്തായാലും ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിങ്ങനെ ഞൊറിവിട്ട് തയ്ച്ച് കൊടുക്കേണ്ടത്. ഈ സൈഡ് തയ്ച്ചതിന് ശേഷം പിന്നെ മറ്റേ സൈഡ് പിന്നെ സെൻറ്ററിൽ നിന്ന് നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമുക്ക് നല്ല ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കാം. ഇങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊന്ന് ഈ ഫ്രണ്ട് ഭാഗത്ത് ആ പീസില്ലേ അത് ചെറുതായിട്ടൊരു ലൈനിങ് വെച്ചെടുക്കുന്നുണ്ട്. കാരണം അത് കുറച്ച് നല്ല സോഫ്റ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു കട്ടി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഷോൾഡർ ഒന്ന് കറക്റ്റ് ചെയ്താൽ ഒരു ചെരിഞ്ഞ് ഷോൾഡർ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ലൈനിങ് ക്ലോത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്ക് വരച്ചു കൊടുക്കാം. ഇതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് നെക്കിൻ്റെ അളവ് കൊടുക്കാം. അപ്പോൾ 3.5 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. അതായത് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അതിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ 6.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ ഞാനൊരു 3 ഇഞ്ച് മുകളിൽ നിന്ന് 3 ഇഞ്ച് ഇവിടെയും ഞാനൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ റൗണ്ട് ഷേപ്പാക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് 1 ഇഞ്ച്, ഏകദേശം 1 ഇഞ്ച് ഭാഗത്തേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ഒരു വി ഷേപ്പിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ മോഡൽ. മൊത്തത്തിൽ 6.5 ഇഞ്ചുണ്ട്. അതിൽ പകുതി 3 ഇഞ്ച് ആക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അപ്പുറം ഭാഗത്തേക്കും കൂടി മറിച്ച് കൊടുത്ത് ആ ഭാഗത്തേക്കും കൂടി നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ പതിയുന്ന രീതിയിൽ ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് അധികം കളറില്ലെങ്കിൽ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ക്ലോത്ത് ഇല്ലേ, നമ്മുടെ ശരിക്കുള്ള ക്ലോത്ത്, ഈ ഒരു ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് ലൈനിങ് ഇതുപോലെ വെച്ച് നമുക്ക് നെക്കിൻ്റെ അതേ ആകൃതി ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തയ്ക്കേണ്ടത്. നടുവ് കൂടെ ഈ ഭാഗത്തുകൂടെ തയ്ക്കേണ്ട, ഇത്രയും ഈ ഒരു ഇതുപോലെയാണ് തയ്ക്കേണ്ടത്. തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ 4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് മറിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ലൈനിങ് അപ്പുറം ഭാഗത്തേക്ക് മറിച്ച് നമ്മളെ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ലൈനിങ് കേട്ടോ. ഇനി നമുക്ക് താഴേക്കുള്ള സ്കേർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. സെൻറ്റർ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ എന്തായാലും അത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സെൻറ്റർ ഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ചെറിയ ചെറിയ ഞൊറിവായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചെരിഞ്ഞായിരിക്കും അല്ലേ, നമ്മൾ 4 ഇഞ്ച് ഇങ്ങനെ ചെരിച്ചാണല്ലോ ഇതുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഞൊറിവിട്ട് കൊടുക്കുക.
ഏകദേശം ഒരു സൈഡ് ഇതാ നമുക്കിതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ വരണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും ഞൊറിവിട്ട് ഇങ്ങനെ കൊടുക്കാം. അതാ രണ്ട് സൈഡിലേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഞെറിവൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തൊന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്തെടുത്താലും മതി. ഇതുപോലെ നമുക്ക് ഞെറിവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്, നമ്മൾ കര വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ ആ ഒരു തുണിയുടെ സൈഡിലുള്ള കര, അത് നമുക്കിവിടെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുക എന്താ വെച്ചാൽ, അത് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് ആ ഒരു കോൺ ഷേപ്പിൽ മാത്രം ഇതുപോലെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു മടക്ക് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്താൽ വൃത്തിയായിട്ട് തന്നെ കിട്ടും. മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് മുകളിലും 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി രണ്ട് സൈഡിലും ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ, രണ്ട് സൈഡിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് ഉണ്ട്. അത് നമുക്ക് ഈ രണ്ട് സൈഡിലും ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കാം. ഇതുപോലെ ആയിരിക്കും ശരിക്കും വേണ്ടത്. അപ്പോൾ തയ്ക്കുക എന്താ വെച്ചാൽ, ഇതുപോലെ പിടിച്ചിട്ട് രണ്ട് ക്ലോത്തിൻ്റെയും നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുത്ത് ഇങ്ങനെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഇതുപോലെ 1/4 ഇഞ്ച് വീതി തയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ മറിച്ചെടുക്കാം. അതുപോലെ തന്നെ മറ്റേ സൈഡിലും അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടുക. ഇവിടെ രണ്ടും യോജിപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് ആ ഒരു പീസ് കട്ട് ചെയ്ത് രണ്ട് സൈഡിലേക്കും. കാരണം നമുക്ക് കൂട്ടി തയ്ക്കാനുള്ളതായതുകൊണ്ടാണ് ആ സൈഡിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഒരു കര ഈ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുക. അതായത് ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടോപ്പിൻ്റെ താഴെ വരെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡിലും കേട്ടോ. അപ്പോൾ റെഡിമെയ്ഡ് ടോപ്പ് പോലെ അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പിനെ നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ട് തയ്ക്കാവുന്നതാണ്. രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് തയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് തയ്ക്കാൻ നോക്കുക. 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇതിൽ നമുക്ക് കൂട്ടി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. അടിപൊളിയല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ബാക്ക് പീസാണ് ചെയ്യുന്നത്. ബാക്ക് പീസിൽ നമ്മൾ ആദ്യം നെക്ക് നമുക്ക് വേറൊരു പീസിൽ ഒരു തുണിയിൽ, ചെറിയൊരു തുണിയിൽ നമുക്ക് നെക്ക്
ചെയ്തെടുക്കാം. നമ്മൾ ലൈനിങ് ക്ലോത്ത് ഒന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് രണ്ടാക്കി മടക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ആ ഭാഗത്തിനൊക്കെ എടുത്ത് എത്രയായിരുന്നു 3.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്നെ ബാക്കിനേക്കൊരു 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് തന്നെയാണ് ഞാൻ ലെങ്ത്തും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തയ്ച്ചൊക്കെ വരുമ്പോൾ നമുക്കൊരു 3 ഇഞ്ച് ബാക്കിനേക്ക് 3 ഇഞ്ച് കിട്ടും. അപ്പോൾ ആ രീതിയിൽ എടുത്തിട്ട് ഇതാ റൗണ്ട് ഷേപ്പ് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പുറം ഭാഗത്തേക്ക് പതിഞ്ഞ് കിട്ടാൻ ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്ലോത്ത് ഇങ്ങനെ ഈ ഭാഗം 3 സൈഡും ഒന്നുള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ബാക്ക് പീസ് ഇതാ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇങ്ങനെ മെഷീനിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലോത്തിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആ കട്ടിങ് കൊടുത്ത ആ ഒരു ഭാഗത്തേക്ക് വേണം നമ്മുടെ ഈ ഒരു തുണി വെച്ച് കൊടുക്കാൻ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ തയ്ച്ച് അതിൻ്റെ ഉള്ളിലൂടെ 1/4 ഇഞ്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടി തയ്ക്കാനുള്ളതുകൊണ്ട് മറിച്ച് തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ഷോൾഡർ നമ്മുടെ ഫ്രണ്ട് പീസാണിത്. ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ബാക്ക് പീസിൻ്റെ നല്ല ഭാഗമാണിത്. രണ്ട് നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കാം. എന്നിട്ട് ഇപ്പുറത്തേക്ക് മറിക്കുന്നതിന് മുമ്പ് ഈ ഒരു സൈഡിലേക്ക് ഇതിങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡർ കൂട്ടി തയ്ച്ചതിന് ശേഷം മറിച്ചെടുക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷോൾഡർ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തയ്ക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കിട്ടും. കണ്ടോ, ഉള്ളിൽ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് അറിയാലോ, സ്ലീവാണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം 13.5 ഇഞ്ചിൽ ആദ്യം സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത്, അപ്പോൾ ഇതിൻ്റെ 17ആണ്. അപ്പോൾ ഇത് 13.5 ഇഞ്ച് ആയതുകൊണ്ട് നമുക്കിനൊരു എത്ര വേണ്ടി ഒരു 3.5-4 ഇഞ്ച് വീതിയിൽ ഈ ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഞെറിവിടാനായതുകൊണ്ട് നീളത്തിൽ ഇങ്ങനെ 4.5 ഇഞ്ച് 5 ഇഞ്ച് വീതിയിൽ ഞാനിതാ നീളത്തിലൊരു തുണി ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ ഞൊറിവാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് ഇങ്ങനെ ഇതുപോലെ നിൽക്കും. അപ്പോൾ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ മുട്ടിൻ്റെ നേരെ താഴേക്ക് ചെറിയൊരു ഞൊറിവിങ്ങ വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ തയ്ച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്ക് അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് കര വെച്ച് കൊടുക്കാനുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, ഇത്തിരി ഇങ്ങനെ തുണിയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയും കൂടി ഈ ഒരു കര വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഇതും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തെടുക്കാം. അതേപോലെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഞൊറിയൊക്കെ ആക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ കരയും അവിടെ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ലീവ്. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ നമ്മുടെ ടോപ്പിൽ ആ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മെഷീനിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ കൂട്ടി തയ്ച്ച ഭാഗത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോഴും നമ്മുടെ ടോപ്പിൻ്റെ ബോഡി ഭാഗത്തുള്ള ക്ലോത്തും സ്ലീവിൻ്റെ ക്ലോത്തും നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. വീണ്ടും നമ്മൾ സെൻറ്റർ ഭാഗത്തെത്തി മറ്റേ സൈഡിലേക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മറിച്ചെടുത്താൽ സ്ലീവ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് തയ്ച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ 2 സ്ലീവും ഒരു ഞൊറിവൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമുക്ക് 2 സൈഡുകൾ ഡ്രസ്സിന് 2 സൈഡും ഒന്ന് കൂട്ടി തയ്ച്ച് മതി അല്ലേ. ഇതുപോലെ ഒന്ന് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തുനിന്ന് ഞൊറിവുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു തുമ്പത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം വരെ ഇവിടെ വരെ നമുക്ക് 1 ഇഞ്ച് വീതിയിലെടുക്കാം.
പിന്നെ നമ്മൾ നമ്മുടെ ബോഡിയിലുള്ള അളവൊക്കെ മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. അതാ രണ്ട് സൈഡിലും സ്ലീവിൻ്റെ എൻ്റെ ഭാഗം മുതൽ ടോപ്പിൻ്റെ ഏറ്റവും എൻ്റെ ഭാഗം വരെ ഇതുപോലെ ഇങ്ങനെ ഒരേ വലുപ്പത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ അളവുകളൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് ആ ഒരു ലെങ്ത്തൊക്കെ കറക്റ്റായിട്ട് വരുന്നത്. രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്ത് താഴ്ഭാഗം കൂടി ഏകദേശം 1 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചെടുത്താൽ നമ്മുടെ ഡ്രസ്സ് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. നമ്മൾ തുത്തുവിൻ്റെ അതേ എൻ്റെ അനിയത്തിൻ്റെ അതേ അളവിൽ, തുത്തു എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ, അവളെ അളവിൽ നമ്മൾ എന്ത് ചെയ്തു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. താഴ്ഭാഗം ഏകദേശം 1 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചിട്ടുണ്ട്. അത്യാവശ്യം ഞൊറിവുണ്ട്. ആ കര അവിടെ വെച്ചെടുത്തതുകൊണ്ട് തന്നെ നല്ല റെഡിമെയ്ഡ് ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ സ്ലീവിൻ്റെ ആ ഒരു മുട്ടിൻ്റെ ഭാഗത്തായിട്ട് വരും നമുക്ക് ആ കര വരുന്നത് കേട്ടോ. അതും കൂടി വരുമ്പോൾ ഒന്നും കൂടി നമ്മുടെ ഈ ഡ്രസ്സ് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ ഒരു പ്രിൻ്റ് കണ്ടത് സെൻറ്റർ ഭാഗത്ത് വരുന്ന പോലെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ലൈനിങ് വെച്ചതുകൊണ്ട് തന്നെ ഇടുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിരിക്കും. നമ്മൾ നെക്കിൻ്റെ ഭാഗം കംഫർട്ടായി നിൽക്കണമല്ലോ, അതൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം ഞാനിത് എന്താ പറയുക സർപ്രൈസായിട്ട് തയ്ച്ച് കൊടുക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം പിന്നെ അവൾ ക്ലോത്ത് വാങ്ങി തരും, പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ആ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ആഴ്ച ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ അത് കൊണ്ടുപോകാമെന്ന് കരുതി വേഗം തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് ഇന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയി, ഞായറാഴ്ച അങ്ങോട്ട് പോന്നു. അപ്പോൾ സ്കൂളൊക്കെ ഒഴിവായതുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു വ്ളോഗ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ഇതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വ്ളോഗ് ചാനൽ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. അപ്പോൾ അതിൻ്റെ പേര് സ്വീറ്റ് വ്ളോഗ് എന്നാണ്. അതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കമൻറ്റ് ബോക്സിലോ ഒന്ന് ജസ്റ്റ് ലിങ്ക് ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാവരും ഒന്ന് കൂടുന്ന ദിവസമായിരുന്നു അന്ന്. അങ്ങനെയുള്ള ദിവസം ഞാൻ കൊണ്ടുവന്നിട്ട് തുത്തുന് സർപ്രൈസായിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് അവൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അവൾക്കൊരു ക്ലൂ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവൾക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും വീക്ക്നെസ്സാണ്. എല്ലാവർക്കും നല്ല എനിക്കും എൻ്റെ അനിയത്തിയൊക്കെ ഭയങ്കര വീക്ക്നെസ്സാണ്. ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ വെറൈറ്റി ഡ്രസ്സ് ഇടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യണതുകൊണ്ട് തന്നെ എനിക്ക് അത് ഭയങ്കര നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഓരോ ക്ലോത്ത് നമുക്ക് വില കുറഞ്ഞ ക്ലോത്ത് വാങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തയ്ക്കാമല്ലോ. അപ്പോൾ ഓളും അതേപോലെ തന്നെ നല്ല ഡ്രസ്സിൻ്റെ ഒരു വീക്ക്നെസ് ഉള്ള ആളാണ്. അപ്പം ഒക്കെ ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ലെങ്ത്ത് കുറച്ച് കുറവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പലാസ പോലുള്ള ജീൻസിലേക്കൊക്കെ അടിപൊളിയാണ്, ആ ഒരു ലെങ്ത്തിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ കണ്ടപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും അവൾ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഇട്ട് നോക്കുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു വ്ളോഗ് ചാനലുണ്ട്. ചാനലിൻ്റെ പേര് സ്വീറ്റ് വ്ളോഗ് എന്നാണ്. ജസ്റ്റ് അതൊന്ന് അടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ വേഗം പോയി ഡ്രസ്സ് ഇട്ടു കിട്ടും. അപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ലെങ്ത്താണ്, ജീൻസിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന ആ ഒരു ലെങ്ത്തായിരുന്നു. മുന്നിൽ ഫ്ലെയറൊക്കെ ഫാൻ ഇട്ടതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ നിൽക്കുന്നത്. വയറൊക്കെ എനിക്കൊന്നും കൂടി ഉള്ളൊരു സ്ലിമ്മായിട്ടാണ് തോന്നിയത്. തടിയൊക്കെ കുറഞ്ഞപ്പോൾ തോന്നി. ഓക്കും ഭയങ്കര ഇഷ്ടമായി, കംഫർട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തയ്ച്ച് കൊണ്ടുവന്ന ഡ്രസ്സ് അത് ഇട്ട് കാണുമ്പോഴാണ് നമുക്ക് സമാധാനം അല്ലേ. അപ്പോൾ ഇട്ട് വരുമ്പോൾ അവർക്കത് കറക്റ്റ് ഫിറ്റിങ്ങും കറക്റ്റ് അടിപൊളിയാണെന്നുണ്ടെങ്കിലാണ് നമുക്കൊരു അതുവരെ ഒരു ടെൻഷനാണ് അല്ലേ എത്രയായാലും. അപ്പോൾ ആ സ്ലീവ് ഉണ്ടോ ആ ഒരു മുട്ടിൻ്റെ ആ ഭാഗത്തുനിന്ന് ചെറിയ ഞൊറിവ് വരുന്നുണ്ട്, അതും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഇതേപോലുള്ള പുതിയ മോഡലുകൾ തയ്ച്ചിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.